എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ജീവിതത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സാന്നിധ്യമെന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയാണ്. അതായത് നമ്മൾ പറയില്ലേ, കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത് എന്ന് രാഷ്ട്രീയക്കാർ പറയുമ്പോൾ കളക്ടർ അവിടെയുണ്ട്. ഇത് തന്നെയാണ് ദൈവ സാന്നിധ്യത്തിലാണെന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. അവിടെ ഒരു ദൈവ ഭയമുണ്ടാകും, അവിടെ കേൾക്കുന്നവർക്ക് വിശ്വാസമുണ്ടാകും. സാന്നിധ്യമുള്ളിടത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കുവാനും കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ വായിപ്പാനും കർത്താവിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിപ്പാനുമുള്ള ഒരു പരിശീലനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഈ സാന്നിധ്യത്തെ നിറച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തും പോകാൻ. ഈ സാന്നിധ്യം കൂടാതെ പോകരുത്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഈ സാന്നിധ്യം വേണം. ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭൂതലത്തിൽ വെച്ച് ഞങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരെന്ന് എല്ലാവരും അറിയും. ദൈവ സാന്നിധ്യം നമ്മെ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വിശേഷതയുള്ളവരാക്കി മാറ്റുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ദൈവ പൈതൽ എന്ന നിലയിൽ കൂടുതൽ ദൈവ സാന്നിധ്യത്തെ നാം വാഞ്ചിക്കണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഇന്നത്തെ ആരാധനയിൽ കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനിടയാകട്ടെ. നമ്മൾ പാടുമ്പോൾ ഓരോ വരികൾ ധ്യാനിച്ച് പാടുമ്പോൾ അത് അനുഭവിപ്പാൻ കർത്താവ് കൃപ തരും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലർ ആരാധന നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ആരാധനയല്ല. ആ ആരാധന സമയം ആ പാട്ടിൽ ദൈവത്തെ സ്തുതിക്കണം. ആരാധന ലീഡ് ചെയ്യുന്ന ഒരാളാണ് ആ പാട്ട് പാടുന്നത്. അത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ നമ്മെ ആരാധനയെ സഹായിക്കുന്ന സഹായികളാണ്. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സഹായികളാണ് ഞങ്ങൾ. അപ്പോൾ സന്തോഷത്തെ സഹായിക്കുന്നു. ആരാധന ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തെ കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ നല്ല മ്യൂസിക്, നല്ല പാട്ടുകൾ പാടി അവർ നമ്മെ സഹായിക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്നാലോ? ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ പാട്ടിൽ നമ്മൾ പാടണം. നമുക്ക് വേണ്ടി അവരൊന്ന് തുടങ്ങി വെക്കുന്നതാണത്. എന്നാൽ അത് നമ്മുടെ പാട്ടാണ്, നമ്മുടെ ആരാധനയാണത്. ആ ആരാധനയിൽ നമ്മൾ ആരാധിക്കുമ്പോഴാണ് ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കാരണം ദൈവസ്തുതികളിൽ ഇറങ്ങി വസിക്കുന്നവനാണ്. ഈ സത്യങ്ങൾ കൂടുതൽ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിച്ച് തരട്ടെ. ഇന്ന് നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Spirit of the sovereign Lord, come and make your presence known, reveal the glory of the living God. Spirit of the sovereign Lord, come and make your presence known, reveal the glory of the living God. Let the weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall. Spirit of the sovereign Lord, come and make your presence known, reveal the glory of the living God. Spirit of the sovereign Lord, come and make your presence known.
glory of the living God. Let the weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall. Let the weight of your glory, let the weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall. We do not see your hands, we only see your face. We want to know you, we want to see you reveal your glory in this place. Let the weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall. Let the weight of your glory, let the weight of your glory fall. Let the weight of your glory, let the weight of your glory, let the weight of your glory fall. കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രാർത്ഥനയിലൂടെ ദൈവമയക്കുന്ന ദൈവദൂതന്മാരുടെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായമാണ് നമ്മളതിനെ ആധാരമായിട്ട് എടുത്തത്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ഹെരോദ രാജാവ് അത് യഹൂദന്മാർക്ക് പ്രസാദമാണെന്ന് കണ്ടപ്പോൾ പത്രോസിനെയും കൊല്ലാൻ പിടിച്ച് തടവിലിട്ട് തന്നെ കൊല്ലാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി ചങ്ങലകളുടെ നടുവിൽ പത്രോസ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അറയിൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന ചരിത്രം വായിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത്. അപ്പോൾ ദൂതൻ ഇറങ്ങി വന്നാൽ ഒന്ന്, ഏത് തടവറയിലും ഈ ദൂതൻ ഇറങ്ങി വരാൻ കഴിയും. എത്ര പ്രശ്നത്തിൽ. 2, അടുത്തിരിക്കുന്ന ശത്രുക്കൾക്ക് പോലും അറിയാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കാനും നമ്മളെ അവിടുന്ന് കൊണ്ടുപോകാനും ഈ ദൂതന്മാർക്ക് കഴിയും. അത് എത്ര വലിയ കാര്യമാണ്. കാട്ടുപോത്തിൻ്റെ ഇടയിൽ നിന്ന്, കൊമ്പുകൾക്കിടയിൽ നിന്ന്, സിംഹത്തിൻ്റെ വായ്ക്കകത്ത് നിന്ന് നമ്മെ വിടുവിക്കാൻ ഈ ദൂതന് കഴിയുമെന്ന്. അതായത് ദാനിയേൽ ചെല്ലുന്നതിൻ്റെ തലേ രാത്രി ദൂതൻ ചെന്ന് സിംഹത്തിൻ്റെ വായടച്ചു കളഞ്ഞു. ദാനിയേൽ വരുന്നതിന് മുമ്പേ ഒരു ദൂതനെ ദൈവം അയച്ചിട്ട് സിംഹങ്ങളുടെ വാ അടച്ചു കളഞ്ഞു. അപ്പോൾ ദാനിയേൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന, ദാനിയേൽ പ്രവചനം 6:10, രേഖ തനിക്കെതിരെയുള്ള രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ പതിവ് പോലെ ചെയ്തത്
3 നേരം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. യെരുശലേമിൻ്റെ നേരെ തുറന്നിട്ടിരിക്കുന്ന കിളിവാതിലിൻ്റെ മുമ്പിൽ നിന്ന് പതിവ് പോലെ, പതുക്കെയല്ല, പതിവ് പോലെ ഉറക്കെയായിരിക്കും. ആ ഉറക്കെയുള്ള പ്രാർത്ഥനയുടെ ശബ്ദം കുറച്ചില്ല, വാതിലടച്ചില്ല. രേഖ എഴുതിയെന്ന് അറിഞ്ഞപ്പോഴും ഈ പ്രാർത്ഥന അതുപോലെ തുടർന്നതിൻ്റെ കാരണം ദാനിയേൽ അവൻ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നു. അവൻ ആരോട് പ്രാർത്ഥിക്കുന്നു എന്ന് അവനിൽ തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു 30 ദിവസത്തേക്കൊന്ന് കഥ കടച്ചിട്ടാലോ? നിയമം ഇതാണ്, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. ദാനിയേലിനെ പ്രാർത്ഥനയിലൂടെ കുരുക്കാൻ പിശാച് ചിലരെ ഉപയോഗിച്ചതാണ്. അവർക്കെല്ലാവർക്കും അറിയാം ദാനിയേൽ പ്രാർത്ഥനയിൽ നിന്ന് 1 ഇഞ്ച് മാറില്ലെന്ന്, പ്രാർത്ഥനയിൽ നിന്ന് 1 നിമിഷത്തേക്ക് പിന്മാറില്ലെന്നും, പ്രാർത്ഥനയുടെ ശബ്ദം താൻ കുറക്കില്ലെന്നും, താൻ എന്ത് ചെയ്തിരുന്നുവോ പതിവ് പോലെ, തനിക്കാരെയും പേടിയില്ലായിരുന്നു. കാരണം താൻ ഭയപ്പെട്ടിരുന്നത് ദൈവത്തെയായിരുന്നു. എത്ര ഭയങ്കരമല്ലേ! ഒരു മനുഷ്യന് ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയത്തെയാണ് അവിടെ കാണുന്നത്. ആ ദാനിയേലിനെ അവർ പിടിച്ചുകൊണ്ടുപോയി സിംഹത്തിനിട്ട് കൊടുത്തു. സിംഹത്തിന്റെ വാ ദൂതൻ തലേ ദിവസമേ വന്ന് അടച്ചു. ദാനിയേലിനെ അവിടെ കൊണ്ടുവന്ന് ഇടുമെന്നും ദാനിയേലിന്റെ സ്വഭാവം ദൂതന്മാർക്ക് അറിയാം. ഇവൻ ആരെ മൈൻഡ് ചെയ്യില്ല, ഇവൻ ദൈവത്തെ, ഞങ്ങളുടെ യജമാനനായ ദൈവത്തെ ശക്തമായി സേവിക്കുമെന്നവനാണെന്ന് ദൂതന്മാർക്കറിയാം, ദൈവത്തിനറിയാം. സ്വർഗത്തെ കുലുക്കുന്ന തീരുമാനശേഷിയായിരുന്നു ദാനിയേലിൻ്റേത്. നമ്മുടെ പ്രാർത്ഥനാ സമയത്തെ നാം വിലമതിച്ചാൽ, നമ്മുടെ പ്രാർത്ഥനയെ നാം വിലമതിച്ചാൽ, നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നാം ആദരിച്ചാൽ, നമുക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു പരിമിതിയില്ല. ദാനിയേൽ ഈ സിംഹക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവനെ രാജാവ് എത്രമാത്രം പ്രശംസിച്ചു കാണും, എത്രമാത്രം ദാനിയേലിനെ ഉയർത്തി കാണും. അപ്പോൾ നിശ്ചലനായി നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ നിരന്തരമായി തുടർന്നുകൊണ്ട് ഏത് വെല്ലുവിളികളെ നേരിടാനുള്ള തൻ്റെ ഇടം, സ്വർഗീയമായ തൻ്റെ ഇടം, ആത്മീകമായ തൻ്റെ ഇടം ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് പത്രോസ് കിടക്കുന്ന തടവറയിലേക്ക് പോകാം. അവിടെ അടുത്തത് മറ്റൊരു ബോധത്തിലേക്ക് അവനെ ആക്കി. പിന്നീട് നമ്മൾ പഠിച്ചത് സ്പർശിക്കുന്ന, തട്ടി ഉണർത്തുന്ന ഒരു ദൂതനെയാണ് അവിടെ അയച്ചത്. അടുത്തത് ഈ ദൂതൻ തന്നെ ഹെരോദാ രാജാവിനെ ഒന്ന് തട്ടി. ആ ഹെരോദാ രാജാവ് മരിച്ചുപോയി, കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലുണ്ട്. അതേ ദൂതൻ ആരെ തലോടി? പത്രോസിനെ. നമ്മെ തലോടുവാനും നമുക്ക് വിരോധമായ ശത്രുക്കളെ തട്ടുവാനും അറിയാവുന്ന ദൂതനാണ് ഈ ദൂതൻ. മാറിപ്പോയാലും വിഷയമാണ്. ഹെരോദാവിനെ തലോടിയിട്ട് നമ്മെ തട്ടിയാലോ? അങ്ങനൊരു ദൂതനെ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ അടുക്കൽ അയക്കുകയില്ല. ദൂതന്മാർ വളരെ സൂക്ഷ്മ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ ആലോചനകളെ അതുപോലെ ചെയ്യുന്ന ദൂതന്മാർ. അതുകൊണ്ടാണ് അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ഈ എളിയവരിൽ ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം, കാരണം അവൻ്റെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. അതായത് നമ്മുടെ ദൈവത്തെ നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന ദൂതന്മാർ പോയി കാണുകയും നമ്മെക്കുറിച്ചുള്ള കാര്യം അവിടെ പറയുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ സന്ദേശമായി വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യുന്നത് ഈ ദൂതന്മാരാണ്. നമുക്ക് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവത്തെ നേരിട്ട് കാണണമെന്നുമില്ല. നാം വിശ്വാസത്താൽ ജീവിച്ചാൽ മതി. നമുക്ക് ഈ എളിയവർക്ക് പോലും ഒരു ദൂതൻ കാവലായിട്ടുണ്ട് എന്നറിയുന്നത് എത്ര വലിയ സത്യമാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്
അടുത്തത്, നമ്മെ ഉണർത്തുവാൻ കഴിയും. തട്ടി ഉണർത്തിയെന്നുണ്ട്, അത് നമ്മൾ ധ്യാനിച്ചതാണ്. നമ്മെ ഉണർത്തുവാൻ ദൂതന്മാർക്ക് കഴിയും. ഉണർവ്. ഈ നാളുകളിൽ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു ഉറക്കത്തിലേക്ക് സഭ പോകുമ്പോൾ ദൂതൻ ഇറങ്ങിയാൽ അവിടെ ഒരു ഉണർവ് ഉണ്ടാകും. ഒരു ദൂതൻ ഇറങ്ങിയാൽ ഒരു വലിയ ഉണർവ് ഉണ്ടായിരിക്കും. പത്രോസിനെ ഉണർത്തുന്ന, നമ്മിലൊരു ഉണർവ് കൊണ്ടുവരുന്ന, ഇത് വെറുതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മാത്രമല്ല, ജീവിതത്തെ ഉണർത്താൻ കഴിയുന്ന ദൂതന്മാരുണ്ട്. നമ്മുടെ ജീവിതം ഒരു ഉണർവാക്കി മാറ്റും. അതായത് മയങ്ങി മന്ദീഭവിച്ച് ഇരിക്കാൻ കഴിയാതെ പ്രാർത്ഥനയിലൊരു ഉണർവ്, വിശ്വാസത്തിലൊരു ഉണർവ്, ശുശ്രൂഷയിലൊരു ഉണർവ്, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യാനുള്ള ഒരു എരിവ്, ഉണർവ്, അത് തരുന്ന ദൂതന്മാരെ, ഉണർവിൻ്റെ ദൂതന്മാരെ, ഉണർവിൻ്റെ ദൂതന്മാർ. അതായത് ഏതെല്ലാം രാജ്യത്ത് ഉണർവ് പുറപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ദൂതന്മാരെ അയക്കാറുണ്ട്. നമുക്കൊന്ന് വിശ്വസിക്കാം, യേശുവിൻ്റെ നാമത്തിൽ ആ ഉണർവിൻ്റെ ദൂതന്മാർ നമ്മുടെ സഭയിൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ ഉണർവിൻ്റെ ദൂതന്മാരെ സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിനെ പോലെ ഞങ്ങൾക്കും ദൈവദൂതന്മാരെ സൽക്കരിക്കാൻ മനസ്സാണ്. ഞങ്ങൾ റിസീവ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ആ ഉണർവിനെ, ഉണർവ് കൊണ്ടുവരുന്ന ദൂതന്മാരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അടുത്തത്, നമ്മുടെ ഭാഷ പറയുവാൻ ഈ ദൂതന്മാർക്ക് കഴിയും. പത്രോസിനോട് പറഞ്ഞു, അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. നമ്മൾ മലയാളികളാണ്, അത്യാവശ്യം തട്ടിയും മുട്ടിയൊക്കെ ഇംഗ്ലീഷും പറയുന്നവരാണ്, ഹിന്ദിയും കുറച്ചറിയാം, തമിഴ് തൊട്ടടുത്ത സംസ്ഥാനത്തിൻ്റെതായതുകൊണ്ട് കേട്ടാലും മനസ്സിലാവും. ഇതാണ് മലയാളിയുടെ ഒരവസ്ഥ. എന്നാൽ ചൈനീസ് ഭാഷ മലയാളിക്ക് അധികം അറിയില്ല, കാരണം ചൈനയിലോട്ട് അധികം പോകാറില്ല. ഒരു ദൂതം വന്നുകൊണ്ട് നമ്മുടെ അനർത്ഥ സമയത്ത് ഹയാ ഹുയാ ഹിയ എന്നിങ്ങനെ ചൈനീസ് ഭാഷ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ചൈനീസ് ഭാഷ, അങ്ങനെ പറഞ്ഞാൽ പത്രോസിൻ്റെ അവസ്ഥ എന്താണ്? ഈ ദൂതൻ ഇറങ്ങി വന്നിട്ട് പത്രോസിൻ്റെ ഭാഷ സംസാരിച്ചു. പത്രോസ് എബ്രായ ഭാഷയാണ് പറയുന്നതെങ്കിൽ എബ്രായ ഭാഷ, പത്രോസ് അരാമിക്കാണ് പറയുന്നതെങ്കിൽ അരാമിക് ഭാഷ, പത്രോസ് സംസാരിക്കുന്ന റോമ ഭാഷയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ആണെങ്കിൽ ആ ഭാഷ. നമ്മുടെ ഭാഷയിൽ നമ്മോട് സംസാരിക്കാൻ ഈ ദൂതന്മാർക്ക് കഴിയും. ഒരു ദൂതൻ എന്നോട് ഇറങ്ങി വന്ന് മലയാളം പറയുമ്പോൾ തന്നെ അതേ ദൂതൻ പോയി ഒരു സായിപ്പിനോട് ഇംഗ്ലീഷ് പറയും. അപ്പോൾ തന്നെ ചൈനയിലെ ഒരു സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇറങ്ങിച്ചെന്ന് ചൈനീസ് ഭാഷ പറയും. ഫ്രാൻസിലുള്ള ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ചെന്ന് ഫ്രഞ്ച് സംസാരിക്കും. അതായത് ഭൂമിയിലുള്ള എല്ലാ ഭാഷകളും സംസാരിക്കുവാൻ ശേഷിയുള്ള, വിശേഷതയുള്ള, ഒരു കഴിവുറ്റ വ്യക്തികളാണ് ദൈവദൂതന്മാർ. എത്ര ഭയങ്കരമാണ്! നമുക്ക് 2, 3, 4 ഭാഷകൾ കഷ്ടിച്ച്, അത് ഒരു ഭാഷയെ മുഴുവൻ അറിയില്ല. എന്നാൽ ഈ ദൂതന്മാർക്ക് എല്ലാ ഭാഷകളും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഭാഷകൾ ദൈവം ഉണ്ടാക്കിയതാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കിയെന്ന്. പിന്നെ നമ്മൾ വായിക്കുന്ന പല ഭാഷക്കാരായി പിരിഞ്ഞു. അതായത് ഒരു ഭാഷയും ഒരു വാക്കും ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ പല ഭാഷയുണ്ട്. അപ്പം ഭാഷകൾ ഉണ്ടാക്കിയ ദൈവമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല നേഴ്സുമാരുടെ വിഷയം ഇതാണ്. അവർ എഴുതുന്ന പരീക്ഷകളിൽ 6.5ഉം 7ഒക്കെ കിട്ടേണ്ട സ്ഥാനത്ത് അത്രയും എത്തുന്നില്ല. 1ന്റെ കുറവ്, ഒരു പോയിന്റിന്റെ കുറവ്. ഒരു സത്യം അങ്ങനെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അറിയണം. ഏത് രാജ്യത്തെ എന്നാൽ ആ രാജ്യത്തെ ഭാഷ അവരെ പോലെ തന്നെ സംസാരിക്കുന്ന ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ നിന്നെയും സഹായിക്കാൻ മതിയായ ദൂതന്മാരാണ്.
നിന്റെ പരീക്ഷയിൽ നിന്നെ സഹായിക്കും. അപ്പോൾ ഈ ദൂതനോട് വിഘടിക്കരുത്. അപ്പോൾ ഇതുപോലെ ദൈവത്തിന് നമ്മെയും ദൈവത്തിൻ്റെ ഭാഷകളെ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ളവരാക്കാൻ ദൈവത്തിന് കഴിയില്ലേ? നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. നമ്മുടെ ഭാഷ, പത്രോസിൻ്റെ ഭാഷ ഈ ദൂതൻ പറഞ്ഞു. അടുത്തത് നമ്മൾ കാണുന്നത്, ഏത് ചങ്ങലകളും ഈ ദൂതൻ വന്നാൽ അഴിയും. ഏത് ചങ്ങലകൾ, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും, ആര് ബന്ധിച്ചതാണെങ്കിലും, ആർക്കും അഴിക്കാൻ കഴിയാത്തതാണെങ്കിലും, അത് തനിയെ ഈ ദൂതൻ വെറുതെ വന്നാൽ മതി. അഴിക്കേണ്ട ആവശ്യമില്ല, കുരുക്കഴിക്കേണ്ട ഒരാവശ്യവും ഈ ദൂതനില്ല. പണ്ട് ആരോ പറഞ്ഞതുപോലെ, ഇടിയപ്പം ആദ്യമായിട്ട് കണ്ട ആരോ പറഞ്ഞു, ഇതിൻ്റെ കുരുക്കൊക്കെ അഴിച്ച് എങ്ങനെ തിന്നാനാണ്? ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ സായിപ്പായിരിക്കും, മലയാളിയുടെ ഫുഡല്ലേ, ഈ കുരുക്ക് മുഴുവൻ അഴിച്ചാണോ തിന്നുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് എങ്ങനെ അഴിക്കാനാണ് ഈ പ്രശ്നങ്ങൾ? എല്ലാ പ്രശ്നങ്ങളുടെയും കുരുക്കുകളെ നീ അഴിക്കാൻ നിൽക്കണ്ട. നീ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലാണോ നീ? അങ്ങനൊരു സഭ നിന്റെ പുറകിലുണ്ടോ? ധൈര്യപ്പെടുക. എല്ലാ കുരുക്കും അഴിഞ്ഞു മാറും, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു മാറും. അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. 10ാമത്തെ കാര്യം, കാവൽക്കാർ അറിയാതെ എല്ലാ ഗേറ്റുകളും തുറന്നു വരും. ആരും അവിടെ നിൽക്കുന്ന കാവൽക്കാരുടെ മുൻപിലൂടെയാണ് പോകുന്നത്. അവർ കണ്ണു തുറന്ന് വാളും കുന്തവും തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ മുൻപിലൂടെ പോയാൽ പോലെ അവർക്ക് കാണാൻ കഴിയില്ല. ഹെവൻലി മാൻ എന്ന് പറയുന്ന ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ചൈനീസ് ദൈവദാസനുണ്ട്. അദ്ദേഹം ചൈനീസ് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ യേശു കർത്താവ് നേരെ ഇറങ്ങിച്ചെന്ന് തന്നെ ആ ചൈനീസ് ജയിലിൻ്റെ ഭിത്തിയുടെ ഉള്ളിലൂടെ കൊണ്ടുപോയി. എന്നിട്ടൊരു കാറിൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ കാറിൽ കയറി പോയിക്കോളാൻ പറഞ്ഞു. അത് നേരെ പോയത് എയർപോർട്ടിലോട്ടാണ്. ചൈനക്കാരുടെ ഒരു പ്രധാന എയർപോർട്ടിൽ. പാസ്പോർട്ടില്ല, വിസയില്ല, ഒന്നുമില്ല. ഈ ചൈനീസ് അധികാരികൾ, പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ 2 കാൽമുട്ടുകൾ കൂടം കൊണ്ട് അടിച്ച് പൊട്ടിച്ച് ചെതറിച്ച് കളഞ്ഞു. ഇനി നീ എഴുന്നേക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ യേശു കർത്താവ് മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ നീ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ, കർത്താവ് എൻ്റെ 2 കാലിൻ്റെ ചിരട്ടകൾ തകർന്നു പോയി, എങ്ങനെ എഴുന്നേക്കാനാണ്? ഉടനെ, ഞാനല്ലേ പറഞ്ഞു നിന്നോട് എഴുന്നേക്കാൻ. ആ വാക്ക് കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല കാല് അവിടെ തന്നെയുണ്ട്. തകർന്നു പോയ സ്ഥാനത്ത് അവിടെ കാലുകളുണ്ട്. ചോരയിൽ കുളിച്ചു കിടന്ന അദ്ദേഹം ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് വന്നു. അതാണ് കർത്താവ്. വിശ്വസിക്കുക. ഇതിന്നും ആവർത്തിക്കുന്നു. ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, സ്വർഗീയ മനുഷ്യൻ എന്ന ഒരു മലയാള പതിപ്പ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിക്കണം. അങ്ങനെ അദ്ദേഹത്തെ എയർപോർട്ടിലേക്ക് ആ കാറ് ആരാ ഓടിക്കുന്നതെന്ന് പോലും അറിയില്ല. അദ്ദേഹം അതിനകത്ത് കയറി എയർപോർട്ടിൽ ചെന്നു. പാസ്പോർട്ടില്ല, വിസയില്ല. ആ കയറി ചെല്ലുന്നിടത്ത് ആരും കാണുന്നില്ല. നേരെ കയറി ഒരു വിമാനത്തിൽ ചെന്നപ്പോൾ ആ വിമാനത്തിനകത്തോട്ട് കയറി അവിടെ ഒരു സീറ്റ് ബാക്കി. ആരും അത് വന്നിരിക്കുന്നില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. താൻ അതിനകത്തിരുന്നു. താൻ വിമാനത്തിൽ, എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ പോയി ഇറങ്ങി. ജർമ്മനിയിലെ എയർപോർട്ടിൽ അദ്ദേഹം അതിലൂടെ സെക്യൂരിറ്റിക്കാരുടെ ഇടയിലൂടെ നടന്ന് ജർമ്മനിയിൽ എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങും വരെ ആരും തന്നെ കണ്ടില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആംസ്റ്റർഡാമിലെ ഒരു മീറ്റിങ്ങിൽ, പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ എൻ്റെ സ്നേഹിതരായ ദൈവദാസന്മാർ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട്, എറണാകുളത്ത് വന്നിട്ടുണ്ട്. ദൈവത്ര വിശ്വസ്തനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവദാസൻ. ഒരിക്കൽ എഴുന്നേൽക്കില്ലെന്ന് പറയുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൂതന്മാരെ തൻ്റെ മക്കൾക്ക് വേണ്ടി അയക്കുന്ന ഈ നല്ല കർത്താവിനെ എത്ര പേർ സ്തുതിക്കും, എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് വിശ്വസിക്കാം. ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി വന്നാൽ നമ്മുടെ ദുർഘടങ്ങളെല്ലാം നിരപ്പാവും. നമ്മുടെ വീടിൻ്റെ അവസ്ഥകൾ മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്നിടത്ത് രാത്രിയാണോ പകലാണോ ഒരു സുരക്ഷിതരാണ്.
ഞങ്ങളെപ്പോലെയുള്ളവർ എല്ലാ ദിവസവും 2 മണിക്കും 3 മണിക്കും ഒക്കെ കിടന്നുറങ്ങുന്നവർ, ഏത് പാതിരാക്ക് എവിടെയെല്ലാമാണ് കടന്നു പോകുന്നത്, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്, ഏതെല്ലാം മീറ്റിംഗ് കഴിഞ്ഞ് എവിടെ നിന്നെല്ലാം ഒറ്റയ്ക്ക് വരാറുണ്ട്, അവിടെയെല്ലാം കാക്കുന്ന അദൃശ്യ മണ്ഡലത്തിലെ ദൂതന്മാർ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഇരിക്കുന്നത്. എത്രയോ യാത്രകൾ, ഒറ്റപ്പെട്ട വഴികളിലൂടെ, വിജനമായ സ്ഥലങ്ങളിലൂടെ, ഭീകരമായ സാഹചര്യങ്ങളിലൂടെ എപ്പോഴും യാത്ര ചെയ്തിട്ടും ഒരു കേടുമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ കാവലാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ ദൂതന്മാരെ അയക്കുവാൻ താല്പര്യമുണ്ട്. നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം. 2, നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നടക്കുന്ന ഒരു സഭയുടെ മെമ്പറായിരിക്കണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഒന്നുകൂടി പറയാം. തൊട്ടടുത്തുള്ള സഭയിലല്ല പോകേണ്ടത്, ദൈവത്തോട് തൊട്ടടുത്തിരിക്കുന്ന ഒരു സഭയിലാണ് പോകേണ്ടത്. തൊട്ടടുത്തുള്ള സഭയിലല്ല പോകേണ്ടത്, ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോടും തൊട്ടടുത്തിരിക്കുന്ന സഭയിൽ പോകാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവം ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇന്നു മുതൽ ദൈവദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. ഇവരുടെ വീടിന്, ഇവരുടെ തലമുറയ്ക്ക്, ഇവരുടെ യാത്രകൾക്കെല്ലാം ഒരു വലിയ ജയം ഇന്നു മുതൽ ഉണ്ടാകട്ടെ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ തടവും മാറി വാതിലുകൾ തുറന്ന് സ്വപ്നം കാണുന്നത് പോലെ ഞാൻ എങ്ങനെ പുറത്തു വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം കടക്കണികളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. ശാരീരിക രോഗങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ, ഡോക്ടർമാർ പറഞ്ഞത് ഒരാഴ്ചയാണ്, എന്നിട്ട് 6 മാസമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല, 1 വർഷമായിട്ട്, 6 കൊല്ലമായിട്ട്, 15 കൊല്ലമായിട്ട്, 25 കൊല്ലമായിട്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ഒരത്ഭുത സാക്ഷ്യം, അതിശയകരമായി അവിശ്വസനീയമായ സാക്ഷ്യങ്ങൾ ഈ മക്കൾ പറയട്ടെ. സ്വർഗം അത് ചെയ്യിക്കണം. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വാതിലുകളെല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ 2-3 ദിവസമായിട്ട് ദൂതന്മാരെ കുറിച്ചാണ് കേട്ടത്. കർത്താവ് നമ്മെ ഇതിലൂടെ നടത്തി ബലപ്പെടുത്തി ശക്തിയുള്ളവരാക്കാൻ ഇനിയും വിശ്വസ്തരാണ്. അടുത്ത ദിവസം ഒരുമിച്ച് കൂടാം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരു മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജായി വ്യക്തമായി ഞങ്ങൾക്ക് അയക്കണം. പല ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വണ്ണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജ് ഇട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ മിനിസ്ട്രിയെ സഹായിക്കുവാൻ നിങ്ങളാൽ കഴിയുന്നത് പോലെ ഒരു സാമ്പത്തിക സഹായം ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമെങ്കിൽ അത് ദൈവരാജ്യത്തിൽ കൂടുതൽ ദൈവത്തിന് മഹത്വമായിരിക്കും. വരിക, നമുക്കൊരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലസ് യു.